Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് അച്ചാറാണ്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടും എങ്ങനെയാണ് ബീഫ് അച്ചാർ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ബീഫ് വളരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നന്നായി കഴുകി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എല്ലായിടത്തും 6 വിസിലിൽ ബീഫ് വെന്ത് വരണമെന്നില്ല. എല്ലാ ഇറച്ചിയും ചിലപ്പോൾ ഒരേ പാകമാവില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേവായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ 6 വിസിലായപ്പോഴേക്കും നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്നും ഞാൻ 1.5 കപ്പ് ബീഫാണ് അച്ചാറുണ്ടാക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഒത്തിരി ഹാർഡായിട്ട് വറുത്തെടുക്കാൻ പാടില്ല. ഒരു മീഡിയം പാകമാകുമ്പോഴേക്കും നമുക്കിതൊന്ന് കോരിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ബീഫും നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ ബീഫെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ബീഫ് വറുക്കാൻ ഉപയോഗിച്ച എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിലത്തെ ആ ഒരു മട്ട എടുക്കാതെ വെളിച്ചെണ്ണ മാത്രം നമ്മൾ ആ ഒരു ചീഞ്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മട്ട ഞാൻ മാറ്റിയിട്ടുണ്ട്. മട്ടില്ലാതെയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം കടുകിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില, ഒരു 20 വെളുത്തുള്ളി നീളനെ അരിഞ്ഞത്. വെളുത്തുള്ളി കുറച്ച് കൂടുന്നത് നല്ലതാണ് കേട്ടോ, ടേസ്റ്റ് കൂടും. അതുപോലെ 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി ചെറുതായി ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ. ഇതിന് പകരം നിങ്ങൾക്ക് മീറ്റ് മസാല ഉണ്ട് കയ്യിലെന്നുണ്ടെങ്കിൽ മീറ്റ് മസാല 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പൊടികളെല്ലാം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. പൊടികൾ നന്നായി മൂത്ത് വരണം. പൊടികൾ മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒത്തിരി പുളി ഈ ഒരു അച്ചാറിന് നല്ലൊരു പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറുതായി ഒന്ന് തിള വരുമ്പോൾ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് ഇത്രയുള്ള നമ്മുടെ അച്ചാർ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കുക. തണുത്ത് വരുമ്പോൾ ഇത് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അതായത് അതിൽ എണ്ണയുടെ അളവൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിതൊരു പാത്രത്തിലാക്കി എടുത്തു വെക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേടാവാതെ ഇതിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.